സ്വത്തുക്കൾ, ഭൂസ്വത്തുക്കൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ലഭിച്ചിട്ടുണ്ട്. പല രാജാക്കന്മാരും അത് കൊടുത്തതാണ്. അത് ഇന്നത്തെ തിരുവനന്തപുരം ജില്ലയിൽ മാത്രമല്ല, കൊല്ലം ജില്ലയിലും അതുപോലെ കന്യാകുമാരി ജില്ലയിലും അതുപോലെ തിരുനെൽവേലി ജില്ലയിലും ആയിട്ടാണ് ഈ ഭൂസ്വത്തുക്കൾ വ്യാപിച്ച് കിടന്നിരുന്നത്. 33,200 ഏക്കർ ഭൂമിയായിരുന്നു 1948 പുനർവിതരണം ചെയ്യുമ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ഉണ്ടായിരുന്നത്. 33,200 ഏക്കർ, കൃത്യമായി പറഞ്ഞാൽ 33,200 ഏക്കറും 47 സെൻറ്റും ആണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ഉണ്ടായിരുന്നത്. 1948 ഈ ക്ഷേത്രഭൂമിയെല്ലാം അതിൻ്റെ കൈവശക്കാർക്കായിട്ട് കൊടുക്കുകയാണ്. ഒരു നോമിനലായിട്ടൊരു ആനുവിറ്റി അതിനൊരു പ്രത്യുപകാരം എന്ന നിലയിൽ എല്ലാ ആണ്ടിലും പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് കേരള സർക്കാരും തമിഴ്നാട് സർക്കാരും കൊടുക്കുന്നുണ്ട്. പലപ്പോഴും കേരള സർക്കാർ കൊടുക്കുന്ന തുകയും തമിഴ്നാട് സർക്കാർ കൊടുക്കുന്ന തുകയും ഒക്കെ മുടങ്ങാറുണ്ട്. എങ്കിലും അത് നിയമം അനുസരിച്ച് അത് കൊടുക്കണം എന്ന വ്യവസ്ഥ ഇപ്പോഴും ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1686 തീപിടുത്തത്തെ തുടർന്ന് പത്മനാഭസ്വാമി ക്ഷേത്രം കുറേ കാലം അനാഥമായി കിടന്നിരുന്നു. ഈ കാലഘട്ടത്തിലാണ് മാർത്താണ്ഡവർമ്മ തൃപ്പാപ്പൂർ മൂപ്പനാകുന്നത്. അദ്ദേഹം ക്ഷേത്രം പുതുക്കി പണിയാനുള്ള തീരുമാനം എടുക്കുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രം പുതുക്കി പണിയാനായിട്ട് അന്ന് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും അധികം കൽപ്പണിക്കാരുണ്ടായിരുന്നത് കാഞ്ചീപുരത്തുകാരാണ്. കാഞ്ചീപുരത്തുള്ള കൽപ്പണിക്കാർ, അവരെയാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് അദ്ദേഹം, അതിലെ ചില ആളുകൾ തെങ്കാശി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വസിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ കോട്ടാർ എന്നാണ് അന്ന് നാഗർകോവിൽ അറിഞ്ഞിരുന്നത്. അവിടെയും കുറേ കൽപ്പണിക്കാർ ഉണ്ടായിരുന്നു. ചോളപുരം പോലെയുള്ള ക്ഷേത്രങ്ങൾ ഈ കോട്ടാറിൽ അന്ന് പുനർനിർമ്മിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അവരെയൊക്കെ കൊണ്ടുവന്നിട്ടാണ് മാർത്താണ്ഡവർമ്മ പത്മനാഭ സ്വാമി ക്ഷേത്രം പുതുക്കി പണിയുന്നത്. അതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കി കഴിഞ്ഞപ്പോഴാണ് തിരുവനന്തപുരത്ത് ഒരു കോട്ട നിർമ്മിക്കേണ്ടതിൻ്റെ ആവശ്യം അദ്ദേഹത്തിന് ബോധ്യമായത്. നേരത്തെ കോട്ടയുണ്ട്, രവിവർമ്മയുടെ കാലത്ത് നിർമ്മിച്ചത്. പക്ഷെ അതൊരു മൺകോട്ടയായിരുന്നു. അതിന് പകരം ഒരു കരിങ്കൽ കോട്ട, നാം ഇന്ന് കാണുന്ന കരിങ്കൽ കോട്ട പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ 4 ചുറ്റുമായിട്ട് നിർമ്മിച്ചത് ഈ മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ആണ്. ആ കോട്ട മതിലിൻ്റെ വടക്ക് വശം പൂർത്തിയാക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. വടക്ക് വശത്തെ ഒരു മൺകോട്ട നിലനിർത്തിയിരുന്നു. ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് അത് അറിഞ്ഞിരുന്നത് വിറകുപുര കോട്ട എന്ന പേരിലാണ്. വിറകുപുര കോട്ട എന്ന് പറഞ്ഞാൽ കശാല എന്ന് തിരുവനന്തപുരത്തുകാർ പറയുന്നത് പോലെ മണ്ണ് വളരെ മണൽ ചേർത്ത് ഇടിച്ച് പൊടിച്ച് അല്ലെങ്കിൽ കൂട്ടി യോജിപ്പിച്ച് കുഴച്ച് പ്രത്യേക തരത്തിൽ ഉണ്ടാക്കുന്നതാണ്. നല്ല ബലമായിരിക്കും, പക്ഷെ മഴ നനഞ്ഞാൽ ബലം നഷ്ടപ്പെടും. അതുകൊണ്ട് മഴ നനയാതിരിക്കാനായിട്ട് അതിൻ്റെ മുകളിൽ ഓല കൊണ്ടുള്ള ഒരു മേൽക്കൂരയും ഉണ്ടാവും. ഞാൻ ഈ മേൽക്കൂരയോട് കൂടിയ മൺമതിൽ കണ്ടിട്ടുണ്ട്. അതിന് വിറകുപുര കോട്ടയെന്നാണ് പറഞ്ഞിരുന്നത്. 1982 മറ്റോ ആണ് അത് ആലോചനാശൂന്യമായിട്ട് അന്നത്തെ ഭരണാധികാരി അത് പൊളിച്ചു കളഞ്ഞത്, ഈ വടക്ക് വശത്തെ കോട്ട. അത് കഴിഞ്ഞിട്ട് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ മുറജപം എന്ന് പറയുന്ന ഒരു വേദോച്ചാരണം മാർത്താണ്ഡവർമ്മ ഏർപ്പെടുത്തി. അപ്പം മധ്യ കേരളത്തിൽ നിന്നും അതുപോലെ മലബാർ ഭാഗത്ത് നിന്നും ധാരാളം ആഢ്യ ബ്രാഹ്മണരെ ഈ ഭദ്രദീപത്തിനും മുറജപത്തിനുമായി തിരുവനന്തപുരത്തേക്ക് ക്ഷണിച്ചു. ശരിക്കും പറഞ്ഞാൽ ഒരു പബ്ലിക് റിലേഷൻസുകാരുടെ കൊണ്ട് ചെയ്യിക്കുന്ന ഒരു ജോലി അതാണ് ഈ മാർത്താണ്ഡവർമ്മ ചെയ്തത്. അതായത് ഇന്ന് PRDക്ക് പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഗവൺമെൻറ്റിൻ്റെ പരിപാടികൾക്ക് പ്രചാരം കൊടുക്കാനായിട്ട് പരസ്യം കൊടുക്കും, ഫുൾ പേജ് അഡ്വർടൈസ്മെൻ്റൊക്കെ കൊടുക്കും. അതിന് പകരം ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു മാർത്താണ്ഡവർമ്മ 6 വർഷത്തിലൊരിക്കൽ നടത്തിയിരുന്ന ഈ മുറജപം എന്ന് വേണമെങ്കിൽ വിമർശന ബുദ്ധിയോടെ നമുക്ക് പറയാം. തീർച്ചയായിട്ടും അതൊരു മംഗളകർമ്മമാണ്.
അതിലെല്ലാം ഉപരി ജ്ഞാനികളെ ആദരിക്കുന്ന ഒരു 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 ചടങ്ങും കൂടിയാണ്. അപ്പോൾ ഋഗ്വേദവും യജുർവേദവും സാമവേദവും പഠിച്ചിട്ടുള്ള, ഈ 3 വേദങ്ങളും പഠിച്ചിട്ടുള്ള ആളുകളെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മതിലിനകത്ത് 3 ഭാഗത്തായിട്ട് ഇരുന്ന് അതിങ്ങനെ ഒരാവർത്തി ചൊല്ലും. അത് അനേക തവണ ആവർത്തിക്കുകയാണ്, ദിവസങ്ങളോളം ആവർത്തിക്കുകയാണ്, ഒരു മുറ പൂർത്തിയാക്കും. അത് 56 ദിവസവും മറ്റോ വേണ്ടി വരുന്ന ഒരു ചടങ്ങാണ്. ഇവർക്ക് നല്ല സുഭിക്ഷമായ ആഹാരം കൊടുക്കും, അവരുടെ താമസ കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് നോക്കും, അതിനൊക്കെ പ്രത്യേകം ആളുകളെ തന്നെ ചുമതലപ്പെടുത്തും. അന്ന് തിരുവിതാംകൂർ എന്ന് പറയുന്നത് ഒരു മതേതര രാജ്യമല്ല, മതരാജ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെയൊന്നും ചോദ്യം ചെയ്യാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. ഇത്തരം ചടങ്ങുകൾ രാജാവിൻ്റെ തന്നെ മേൽനോട്ടത്തിലാണ് നടത്തിയിരുന്നത്. ഇവർ ദക്ഷിണയൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ചവരുടെ ഇല്ലങ്ങളിൽ അല്ലെങ്കിൽ മനകളിൽ മടങ്ങിപ്പോകും. മടങ്ങിപ്പോയിട്ട് കുലശേഖര പെരുമാൾ എന്നാണ് അന്നത്തെ തിരുവിതാംകൂർ രാജാവിനെ ബ്രാഹ്മണർ സംബോധന ചെയ്തിരുന്നത്. ഈ കുലശേഖര പെരുമാക്കന്മാരുടെ പ്രതാപത്തെപ്പറ്റിയും അവരുടെ സമ്പത്തിനെ പറ്റിയും എല്ലാം അവർ പ്രകീർത്തിക്കും. വാസ്തവത്തിൽ മാർത്താണ്ഡവർമ്മ ഈ മുറജപം നടത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നത് അദ്ദേഹത്തെക്കുറിച്ചൊരു അതിക്രൂരനായ ഭരണാധികാരി എന്നുള്ള ഒരു ദുഷ്പേരുണ്ടായിരുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് മാടമ്പിമാരെ നിർദ്ദയം വധിച്ച ആളാണ് മാർത്താണ്ഡവർമ്മ. അതുപോലെ തന്നെ അവരുടെ ഭാര്യമാരെ, കുട്ടികളെയും മുക്കുവർക്ക് വിൽക്കുവാൻ പോലും മടിക്കാത്ത ഒരു ദുഷ്ടനായ ഭരണാധികാരി ആയിരുന്നു മാർത്താണ്ഡവർമ്മ. എന്നാൽ ആ ദുഷ്പേരുകളെല്ലാം ക്രമേണ ഇല്ലാതാക്കുവാൻ വേണ്ടി കൂടി അദ്ദേഹം ഈ മുറജപത്തെ പ്രയോജനപ്പെടുത്തി എന്നതും ഒരു ചരിത്ര യാഥാർത്ഥ്യം ആണ്.